നമസ്കാരം. ഒരു മാസത്തിൽ 2 ഏകാദശി വരുന്നതാകുന്നു. അത്തരത്തിൽ ഒരു ഏകാദശിയാണ് ഇന്ന് ഷട്ടില ഏകാദശിയാകുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാൻ ഏറ്റവും ഉത്തമമാണ് ഇന്നേ ദിവസം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് പോലും. എന്നാൽ ഏകാദശിയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുമ്പോൾ, ജ്യോതിഷപരമായി നോക്കുമ്പോൾ, ചില നക്ഷത്രക്കാർക്ക് പ്രധാനമായും സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ നേട്ടങ്ങൾ, ഉയർച്ച വന്ന് ചേരുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം. ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഇനി പരാമർശിക്കാൻ പോവുകയാണ്. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഏറ്റവും അനുകൂലമാണ്, ഗുണകരമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും പെട്ടെന്ന് തന്നെ പല രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ഭഗവാന്റെ കടാക്ഷത്താൽ ജോലി സംബന്ധമായി നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ, ഭാഗ്യം തുണയ്ക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. കരിയറുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ലാഭം നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ, കച്ചവടം, വ്യാപാരവുമായി ബന്ധപ്പെട്ട് വ്യക്തികൾക്ക് വന്നു ചേരുന്ന അവസരം കൂടിയാണ് ഇത്. ചില മാറ്റങ്ങൾ കച്ചവടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുവാൻ താല്പര്യപ്പെടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സമീപ ഭാവിയിൽ വളരെയധികം നേട്ടങ്ങൾ നൽകുന്നതിന് സഹായകരമായി തീരും. നിങ്ങൾക്ക് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ പങ്കെടുക്കുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുവാനും സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ആരോഗ്യം ഏറ്റവും ശുഭകരമായി തീരും. അഥവാ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേർന്നുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. രണ്ടാമത്തെ രാശിയായി പറയുന്നത് കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിക്കാർക്ക് പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സഹായകരമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കർക്കിടകം രാശിയിലുള്ള വ്യക്തികൾക്ക് ഇന്ന് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കും. അതായത് ലാഭം നേടുവോ, നഷ്ടം സംഭവിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, ചിന്തയിലേക്ക് കടന്ന് വരാവുന്നതാണ്. കൂടാതെ ഇന്നേ ദിവസം പണം കൂടുതൽ സമ്പാദിക്കുവാൻ അത് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം അത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം ജോലിയിൽ തടസ്സങ്ങൾ കൂടാതെ ജോലി പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ അവിവാഹിതരായ വ്യക്തികൾക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ അനുകൂലമായ ആലോചന വരും ദിവസങ്ങളിൽ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബവും അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതവും നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഭഗവാന്റെ കടാക്ഷത്താൽ ഏറ്റവും അനുകൂലമായിരിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം വർദ്ധിക്കുന്ന അവസരങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യവും അറിയേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ഇന്നേ ദിവസം ഭഗവാനെ പ്രത്യേകിച്ചും ആരാധിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യവും ഏവരും ചെയ്യേണ്ടതാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ഐശ്വര്യം, സന്തോഷം വർദ്ധിക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ഭൗതികമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ അല്ലെങ്കിൽ വാങ്ങുവാൻ അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്ന അല്ലെങ്കിൽ അനുകൂലമാകുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾക്ക് ലാഭം ലഭിക്കുവാനുള്ള അവസരങ്ങൾ
വന്നു ചേരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ പല തന്ത്രങ്ങളും, അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലാതെ ഉള്ള തന്ത്രങ്ങൾ, അത് വിജയത്തിലെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ജോലിയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായ ദിവസമാകും. ഇന്നേ ദിവസം നിങ്ങളുടെ തടസ്സങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് എളുപ്പം പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. കൂടാതെ പ്രൊഫഷണൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാൻ സാധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് കഴിയും എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ തീർച്ചയായും ജീവിതത്തിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ തീരും. കുടുംബജീവിതത്തിലെ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുടുംബത്തിൽ ഐക്യം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ദിവസങ്ങൾ തന്നെയാണ് ഇത്. കൂടാതെ നിങ്ങൾക്ക് പുതിയ വാഹനം, അതേപോലെ തന്നെ വീട്, അത്തരം കാര്യങ്ങൾ വാങ്ങുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ സാധിക്കുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം. അഥവാ വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതിനാൽ ഇത്തരം ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അതിന് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ദിവസങ്ങൾ തന്നെയാണ് ഭഗവാന്റെ കടാക്ഷത്താൽ വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. മാതാപിതാക്കളുമായുള്ള നിങ്ങളുടെ ബന്ധം ഏറ്റവും ശുഭകരമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും ഈ രാശിക്കാർക്കാണ്, അഥവാ ഈ നക്ഷത്രക്കാർക്കാണ് ഭഗവാന്റെ കടാക്ഷത്താൽ പ്രധാനമായും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരുക. തീർച്ചയായും ഇവർ ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നുകൊണ്ടേയിരിക്കും.